Good morning to all. Good morning, Good morning, ma'am. ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good Good morning, ma'am. Yeah, morning. Okay, How are you? start here, Amka. How are you, ma'am? Okay. Yeah, Ma'am. morning, good. Okay, start here. Start with prayer, thought of the day, and signing. Okay? Okay, start ചെയ്യാം മിസ്സേ. Good morning, ma'am. Okay. Morning. Oh God, we thank thee for the night and for the pleasant morning light, for rest and food and loving care, and all that makes the world so fair. Help us to do the things we should, to be to the others kind and good in all we do, in all we say, to grow more loving every day. Thank you, God. Good morning, everyone. Today's thought of the day is your mindset is the key that can unlock every door to success. Think positive, act with purpose, and believe in your journey. Thank you and have a wonderful day. Thank you. Okay, and then കഴിഞ്ഞോ? Ma'am. ശരി, thought of the day കഴിഞ്ഞു. Prayer, signing ചെയ്തോ? Sign in. ഇല്ല? അത് ജോയിൻ ആയിട്ടില്ലേ? എല്ലാവർക്കും ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. വെൽക്കം ക്ലാസ് റൂം ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ഓക്കെ. നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ കുറച്ച് ഡൗട്ട്സ് ഉണ്ടോ? എന്താണ് ഡൗട്ട് ഉണ്ടോ? അതുകൊണ്ടാണോ? അല്ല, ഇങ്ങനെയല്ലേ സൈൻ ഇൻ ചെയ്യാം മിസ്സേ? അറിയില്ല. നമുക്ക് സൈൻ ഇൻ ചെയ്യുമ്പോ നമുക്ക് എന്ത് ഇപ്പോ തോട്ടക്സില് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഏത് രീതിയിലും ഒരു ആക്ടിവിറ്റി ആണെങ്കിലോ നിങ്ങൾ പാട്ടാണെങ്കിലോ എന്തെങ്കിലും ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ വെൽക്കം ചെയ്യില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് പറയാം. എന്തെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ കോൺടാക്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെൽക്കം ചെയ്യാം. ഓക്കെ, സൈൻ ഇൻ ചെയ്യുന്നത് വേറെ ആളല്ലേ? നമ്മള് അങ്ങനെയല്ലേ? നമ്മളെ ഗ്രൂപ്പിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ആരാന്ന് അറിയില്ല മിസ്സേ. നാളെ മുതൽ ചോദിച്ചിട്ട് ചെയ്യാം. അയ്യോ, പാട്ട് പാടുമ്പോ കൊറേ പാടരുത് കേട്ടോ, സമയം കളയരുത്. രണ്ടിനും പോരെ? മുതൽ എനിക്ക് മതി. സ്റ്റാർട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് 4 വരി പാടുക, അത്രേ ഉള്ളൂ. ഇന്നു ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുഞ്ഞാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ വെച്ചു നനച്ചു കീനാവിലെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു. പോരെ മിസ്സേ? മതി. എന്നിട്ട് പറയാ, വെൽക്കം ചെയ്ത് പറയാം. ഓക്കെ, എല്ലാവർക്കും വെൽക്കം ക്ലാസ് റൂം. ഇംഗ്ലീഷ് അറിയില്ല മിസ്സേ, പഠിക്കുന്നുള്ളൂ. ഇംപ്രൂവ് ചെയ്യാം. പഠിക്കാൻ നമുക്ക്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല കേട്ടോ. അതിന്റെ അത് ഓക്കെ ആയിരുന്നില്ല, കുറച്ച് പനിയുടെ കോളത്തിലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആക്റ്റീവായ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇപ്പോഴും അതിന്റെ കുറച്ച് ഹാങ് ഓവർ ഉണ്ട് കേട്ടോ. സോറി ഫോർ ദാറ്റ്. പിന്നെന്താണ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണോ മിസ്സേ? സുഖമായിരിക്കുന്നു. ഇപ്പൊ കുറച്ച് സുഖമുണ്ട്. വേഗം സുഖാവട്ടെ. നിങ്ങൾ നല്ല ആക്റ്റീവ് ആണല്ലോ. ക്ലാസ് എല്ലാരൊക്കെ പരിചയപ്പെട്ടു അല്ലെ? ആക്റ്റീവ് ആണ് നിങ്ങൾ മൊത്തത്തില്. ആ മിസ്സേ, മുന്നോട്ട് പോകുന്നതിന് നമ്മളിങ്ങനെ പരിചയപ്പെടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ഒരു വീട് പോലെ ആയില്ലേ, കുടുംബം പോലെ ആയില്ലേ? അങ്ങനെയാണ് മോണ്ടിസോറി ക്ലാസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫാമിലിയാണ്, ലൈക്ക് എ ഫാമിലി. ഓക്കെ,
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല. ഞാൻ പുതിയൊരു അഡ്മിഷൻ ആണ് കേട്ടോ. എൻ്റെ പേര് ഡിറ്റി എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഡിറ്റി, എന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഓക്കെ 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 മിസ്. ഓക്കെ, താങ്ക് യു. അപ്പോ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു മിസ്സേ. എന്തോ? നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? അതെ. എപ്പോഴും ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഈ 1 hour വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട. ടെൻഷൻ ഉണ്ടാകും, വല്ലാത്ത പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ മറന്നു കളയാം. ഈ 1 hour ക്ലാസ്സിൽ നല്ല ആക്റ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കും. ഓക്കെ? Excuse me, ma'am. Yeah. I'm Lindsay. I have one doubt. They were told that they have created one WhatsApp group, but I don't know. I am not member of that, I think. Yeah, okay. Please. പെർമിഷൻ. ക്ലാസ് മിസ്സേ ഞാനിവിടെ കഴിഞ്ഞാല് ആഡ് ചെയ്തിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ക്ലാസ്സിൽ ഹോൾഡ് ചെയ്താൽ മതി. ഫോൺ നമ്പർ തരുവാണെങ്കിൽ അപ്പൊ ആഡ് ചെയ്യാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാല്. ഈ ചാറ്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടാ മതി. ഓക്കെ. എന്നാ ആരെങ്കിലും ഇടുവോ? ഓക്കെ, ഇതൊക്കെ ശരിക്കും ക്ലാസ് ടൈമിൽ അല്ലാണ്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനൊരു കോമൺ നമ്പർ കൊടുക്കുക. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഒരു നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവര് ഒരു നമ്പർ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കോൺടാക്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ലിസ്മിയാണ്. ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നു. കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടായിരുന്നു. എനിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിലോട്ട് ചേഞ്ച് ആയി വന്നതാണ്. കഴിഞ്ഞ ക്ലാസ് കയറാൻ പറ്റിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കയറാൻ പറ്റിയ ടൈം അച്ഛനും അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ് മിസ്? വോയിസ് ക്ലിയർ അല്ലല്ലോ. ബിസ്മിയ ഹലോ, ഇപ്പൊ കേൾക്കാമോ? പറയൂ. ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ കുറച്ച് ക്ലാസ് ഒരു 1 week അറ്റൻഡ് ചെയ്തോളൂ. അപ്പം അതിന് ചേഞ്ച് ആയിട്ട് വന്നതാണ്. ഫസ്റ്റ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ഇനി സപ്പോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, മറക്കരുത്. റെക്കോർഡ് ക്ലാസ് നമുക്ക് ഇപ്പൊ ക്ലാസ്സിന് ഇന്നാണ് ക്ലാസ്. ഇപ്പൊ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിൽ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാം ക്ലാസ്. ഓക്കെ, അത് കാണാം. എന്നിട്ട് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ട് പറയുന്നില്ല, റെക്കോർഡ് ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഓക്കെ, കാരണം കുറച്ച് നമ്മൾ സംസാരിക്കുന്നു, അതിനുശേഷം ക്ലാസ് എടുക്കുന്നു. മോസ്റ്റ്ലി കുറച്ച് ഇന്ററാക്ഷൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അത് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ചിലപ്പോ അതിനുള്ള ഒരു ക്ഷമ ഉണ്ടാവില്ല, പേഷ്യൻസ് കുറവായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം, എസ്പെഷ്യലി ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കാര്യമായിട്ട് ആരെയും പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. ഇതൊക്കെ പോകെ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് കുറെ പേർക്കൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ബിഗിനേഴ്സ് ആണ്, ഒട്ടും അറിയാത്തവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി പറയാണ്, നമ്മൾ ഫസ്റ്റ് റീഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഐ മീൻ ഗ്രാമർ, മോസ്റ്റ്ലി നമ്മൾ ഗ്രാമർ സൈഡാണ് നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഓക്കെ, ഒരു മടിയില്ലാതെ നിങ്ങൾ എന്നോട് ഡൗട്ട്സ് ചോദിക്കണം. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കുക. അതിപ്പോ എന്ത് പൊട്ടത്തരാണെങ്കിൽ പോലും ചോദിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് പൊതുവെ നമുക്ക് ഡൗട്ട്സ് വരാം, അല്ലെ? ഡൗട്ട്സ് ഉള്ളവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, പഠിക്കാൻ കുറച്ചുകൂടെ താല്പര്യം ഉണ്ടെന്നാണ് അത് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഡൗട്ട്സ് ചോദിക്കുക, ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നമ്മള് പഠിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്, അല്ലെ? ഇതുവരെയുള്ള കാര്യം പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട്
നന്നായിട്ട് പഠിക്കാൻ നോക്കുക, മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഒരു കാര്യം ഒന്നും ബൈഹാർട്ട് ചെയ്യരുത്. ഓക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. മനസ്സിലാക്കി പഠിക്കുക, ഇഷ്ടത്തോടെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിന് ഒരു പേടിയും എല്ലാം നിങ്ങൾ മാറും. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞില്ല, ഇത് നമ്പർ കൊടുത്ത് എന്താണിത്, മതി. ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കോ? ഓക്കെ, അപ്പോ പിന്നെന്താണ്, ഇത് ചുമ്മാ തമാശക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ് എടുക്കണോ എന്ന്, അല്ലെങ്കിൽ സംസാരിക്കണോ? എന്താ ചെയ്യണ്ടേ? ക്ലാസ് എടുക്കാം എന്നാണോ? ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയുണ്ടാവും ക്ലാസ്? മിസ്സിൽ ഇപ്പൊ ഇതുവരെയുള്ള സംസാരം ഓക്കെയാണ്, പക്ഷെ ക്ലാസ് എങ്ങനെയുണ്ടാവും എന്നൊരു പേടി അല്ലെ? അതും കൂടെ ഒന്ന് അറിയണമെന്നുണ്ട്. ഇല്ലെന്ന് പറയണ്ട, അതാണ് സത്യം. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് 1 ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. അത് പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക് അല്ല, എനിക്ക് എടുക്കേണ്ട ആവശ്യത്തിലില്ല. കാരണം നമ്മള് ടീച്ചേഴ്സ് ആണ്, നിങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്, നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കുഞ്ഞു മക്കളെയാണ്. അപ്പൊ ആ ക്ലാസ് റൂമിൽ നമ്മൾ എന്തൊക്കെ ഇംഗ്ലീഷ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മുടെ ക്ലാസ്സിലെ മോസ്റ്റ്ലി നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിലായിരിക്കണം അല്ലെ? ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ നമ്മള് പ്രത്യേകിച്ച് കുട്ടികളുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷിലായിരിക്കണം മോസ്റ്റ്ലി നമ്മളെ ഹാൻഡിൽ ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ട് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യേണ്ട കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സും സെന്റൻസ് ഒക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത്. അത് നിങ്ങൾ തന്നെ നോക്കുക. എക്കോ വരുന്നുണ്ട് സൗണ്ടിൽ ഇടയ്ക്ക്, അപ്പൊ ക്ലിയർ ആവണില്ല. ഓക്കെ, സോ എല്ലാവരും മ്യൂട്ട് ചെയ്യാട്ടോ. മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യുക. കാരണം അൺമ്യൂട്ട് ചെയ്താൽ ഞാൻ പറയുന്നത് ഇതുപോലെ പ്രശ്നങ്ങൾ വരും. ഇത് ക്ലിയർ ആവില്ല, എക്കോ വരും, ഡിസ്റ്റർബൻസ് വരും. എക്കോ ക്ലാസ് കാണുമ്പോഴാണെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ തന്നെ കോപ്പറേറ്റ് ചെയ്യാം കേട്ടോ, മ്യൂട്ട് ചെയ്യാതെ. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. അത് പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാൻ ചാൻസ് ഇല്ല. അത് നിങ്ങൾ തന്നെ വായിക്കേണ്ടതാണ്. നിങ്ങൾക്കുള്ള ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ദെൻ സെക്കൻഡ് യൂണിറ്റ് സെക്കൻഡ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗൺ ആൻഡ് പ്രോനൗൺ, അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, യാ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ വായിക്കാം. യാ, ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നോക്കാം. ഓക്കെ, പിന്നെ ഞാൻ പറയുന്ന സമയത്ത് ആരും നോട്ട്ബുക്കിൽ എഴുതാൻ പാടില്ല കേട്ടോ. ഞാൻ നോട്ട്ബുക്കിൽ എഴുതാൻ പറയുന്നത് മാത്രം എഴുതാം. ബാക്കി ഫുൾ ടൈം നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. നോട്ട്ബുക്കിൽ എഴുതിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും പോകില്ല. ഓക്കെ, അതായത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോട്ട്ബുക്ക് എടുത്തോളൂ. നോട്ട്ബുക്ക് എടുക്കാം. ജസ്റ്റ് എഴുതാൻ റെഡി ആയിട്ടിരിക്കും. എഴുതണ്ട, എഴുതാൻ റെഡി ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോ noun. What is noun? എന്താണ് noun? അറിയോ? ഇനി നമ്പർ കൊടുക്കാറുണ്ടല്ലോ. മതി, നമ്പർ കൊടുക്കലൊക്കെ മതി. ഇനി ക്ലാസ് ശ്രദ്ധിച്ചിരിക്കൂ. ഓക്കെ, ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യാം. മറക്കരുത്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യാം എല്ലാവരും, നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ
noun എന്താണ്? What is noun എന്ന് ചോദിച്ചാല് noun is a name. ഇവിടെ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ, നാമം. noun എന്താണ്? നാമമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും വേണ്ട, മലയാളം നമുക്ക് വേണ്ട. മലയാളം വേണം, പക്ഷെ ഇതിനൊന്നും നമുക്ക് മലയാളം ആവശ്യമില്ല. അപ്പൊ noun is a name. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതാൻ പാടില്ല, ഞാൻ പറയും. അപ്പൊ noun എന്താണ്? noun എന്ന് പറയുന്നത് ഒരു പേരാണ്. അത് എന്തിന്റെയും പേരാകാം. നിങ്ങൾക്ക് ചുറ്റും നോക്കി, ചുറ്റും നമ്മൾ ഏതൊരു വസ്തുവിനാണെങ്കിലും എന്തിനാണെങ്കിലും, അത് പേഴ്സൺ ആയിക്കോട്ടെ, തിങ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഒരു പേരുണ്ട് അല്ലെ? എല്ലാത്തിനും പേരില്ലേ? പേരില്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടാവും. അഥവാ പേരില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നമ്മളായിട്ട് തന്നെ പേരിടും, ഇതില്ലേ? അതാണ് ഇത് noun എന്ന് പറയുന്നത്. Noun is the name of a person, place or things. Okay, so take your notebook and write down anything. Noun. Chapter ന്റെ heading കൊടുത്തോളൂ. Noun and pronoun. Chapter name noun and pronoun ആണ്. അതിനുശേഷം noun എന്ന് small heading കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ നമ്മൾ എഴുതിക്കൊള്ളുക. Noun. The noun is the name of a person, place or thing. That's called noun. Okay. Noun എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന്റെയോ അല്ലെങ്കിൽ എന്താ ഒരു പ്ലേസിന്റെയോ എന്തിന്റെയും പേരാകാം. അപ്പൊ noun എന്ന് പറയുന്നത് ഒരു പേരാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പം പറഞ്ഞ് എഴുതണം. ഞാൻ എഴുതിക്കോളൂ. noun എന്ന് എഴുതി കൊടുക്കുക. ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ മാത്രം എഴുതാം കേട്ടോ. The noun is the name of a person, place or thing എന്ന് എഴുതി വെക്കാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടോ, ഇതിൽ ആനിമൽസ് വരില്ല? അനിമൽസ് എഴുതിക്കോളൂ. അനിമൽസ് എന്ത് എഴുതും? Noun is the name of a person, place, animals or things. എഴുതാം. ഓക്കെ, എഴുതി കഴിഞ്ഞോ? അപ്പൊ ഇംഗ്ലീഷിൽ ഡെഫിനിഷൻ എഴുതി. ഓക്കെ, അപ്പൊ ഇത്രയും നാളെ നമ്മൾ ഇംഗ്ലീഷിൽ ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ നോട്ട്ബുക്ക് ആണ് അല്ലെ? ആ നോട്ട്ബുക്ക് ആരും കാണുന്നില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തൊരു നോട്ട്ബുക്ക് ആണ്. അതുകൊണ്ട് അതിലെ എല്ലാം ഡെഫിനിഷൻ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ നോവലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് മലയാളത്തിലാണെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അതായത് എപ്പോഴെങ്കിലും നോട്ട്ബുക്ക് എടുത്ത് ഒന്ന് നോക്കേണ്ടി വന്നാല് നിങ്ങൾക്ക് മനസ്സിലാകണം നിങ്ങൾ പഠിച്ചത് എന്തൊക്കെയാണ് എന്ന് ആ നോട്ട്ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ. അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട്ബുക്കിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പൊ noun എന്താണ് എന്ന് മലയാളത്തിലോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതുന്നുണ്ടെങ്കിൽ പറയണം. അപ്പൊ അതിനനുസരിച്ച് എനിക്ക് വെയിറ്റ് ചെയ്യാം. എഴുതി കഴിയുമ്പോഴും പറയണം. ഓക്കെ, ഓക്കെ, കഴിഞ്ഞു. അപ്പൊ നോട്ട്ബുക്കിൽ എഴുതി noun എന്താണെന്ന് എഴുതി. അത് പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? noun എന്താ? ഒരു പേരാണ്, എന്തിന്റെയും പേരാണ്. ഇത്രയേ ഉള്ളൂ. അതാണ് noun എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി nounൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. Nouns are classified in 4 kinds. ഏതൊക്കെയാണ്? proper noun, common noun, abstract noun, collective noun. Okay, so ഇതാ nounനെ നമ്മൾ എന്താണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതാട്ടോ, കാരണം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, ഏതാണെന്ന് എഴുതാം. എഴുതുമ്പോ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതാം. ഏതൊക്കെയാണ് 4 nouns? ഏതൊക്കെയാണ്? proper, common, abstract, collective. ഈ 4 nouns എഴുതാം.
നാലല്ല, അതിന്റെ കൂടെ 2 noun കൂടെ എഴുതണം കേട്ടോ. ഞാൻ പറയാം. Proper noun എഴുതാം ഫസ്റ്റ്, common noun, abstract noun, collective noun, then countable noun, uncountable noun. Countable noun, uncountable noun. Okay? അപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഒരു 6 kinds of nouns ആണ് ഇപ്പൊ നോട്ടിൽ എഴുതിയത് അല്ലെ? ഏതൊക്കെയാണ്? Proper noun, common noun, abstract noun, collective noun, countable noun, uncountable noun. മിസ് ടെക്സ്റ്റ് ബുക്കില് മിസ് ലാസ്റ്റ് പറഞ്ഞ 2 നൗൺസിന്റെയും പേരില്ലാലോ. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷെ ഇപ്പോ ഇവിടെ ഇല്ല. ഞാൻ കാണിച്ച സ്ക്രീനിൽ ഇല്ല എന്നുള്ളൂ. ഞാൻ എഴുതിക്കോളൂ കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 noun ഞാൻ ഇവിടെ ഇല്ല. 2 noun കണ്ടോ? Count and uncountable noun. മാം Miss, noun can be classified 4 kinds എന്നാണ് പറഞ്ഞത്. 4 kinds 6 kinds എഴുതിക്കോളൂ. എന്നാൽ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ 6 kinds എഴുതിക്കോളൂ കേട്ടോ. Nouns are classified into 6 kinds. These are proper noun, common noun, abstract noun, collective noun, and the 5th one countable noun, and the last one, the 6th one is uncountable noun. Okay, അപ്പൊ ഈ 6 noun മനസ്സിലായോ? എഴുതിയോ? Yes. Yes. Okay. അപ്പൊ noun എന്താണെന്ന് മനസ്സിലായി, അതിന്റെ kinds of nouns ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും. എഴുതരുത്, ശ്രദ്ധിച്ചിരിക്കും. ഫസ്റ്റ് വൺ പ്രോപ്പർ noun ആണ് അല്ലെ? പ്രോപ്പർ noun എന്ന് പറയുമ്പോ നമുക്ക് കണക്ട് ചെയ്ത് പറയേണ്ടി വരും. ഞാൻ പറയാം. ഇപ്പൊ പ്രോപ്പർ എന്താണ്? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നെയിംസ് ആണ് പ്രോപ്പർ noun എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പൊ നമ്മൾ എല്ലാവരും ആരൊക്കെയാണ്? നമ്മളെല്ലാവരും ആരാണ്? വുമൺ ആണെന്ന് പറയാം, അല്ലെ? സ്ത്രീകളാണ് വുമൺ, നമ്മളെല്ലാവരും. പക്ഷെ നമ്മളെല്ലാവരും അതൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പെർട്ടിക്കുലർലി ഒരു നെയിം ഉണ്ട്, ശരിയല്ലേ? അതെന്താണ്? അപ്പോ പ്രോപ്പർ noun ആണ്. എന്റെ പേര് അശ്വതിയാണ്. ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? ശരണ്യ ഉണ്ട്, സുനൈനി ഉണ്ട്, അല്ലെ? ഷംസീന, അമല, അതൊക്കെ എന്താണ്? പ്രോപ്പർ noun ആണ്. ഓക്കെ, സ്റ്റുഡൻസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഓടി വരും, അല്ലെ? പക്ഷെ ഞാൻ പെർട്ടിക്കുലർ ആയിട്ട് ഒരാളെ വിളിക്കുകയാണെങ്കിലോ, ആ പേര് വിളിക്കുകയാണെങ്കിലോ ഒരാളെ വരും. അപ്പോ അത് പ്രോപ്പർ noun ആണ്. സ്ഥിരമായ ഒരു പേരാണ് പ്രോപ്പർ നൗൺസ്, മാറില്ല. സ്ഥിരമായ ഒരു പേരാണെന്ന് പറയാം. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ ഒരുപാട് ഷോപ്സ് ഉണ്ട് അല്ലെ? ഒരുപാട് കടകളുണ്ടല്ലോ അല്ലെ? നിങ്ങൾ എവിടെ പോവാണെന്ന് ചോദിച്ചാൽ പറയുകയാണെങ്കിൽ ആ കടയിൽ പോവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും ഏത് കടയിലെന്ന് ചോദിക്കും. കാരണം എന്താണ്? ഏതൊരു ഷോപ്പിനാണെങ്കിലും ഏതൊരു പ്ലേസിനാണെങ്കിലും എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട് അല്ലെ? അപ്പൊ ഏത് ഷോപ്പിലൊക്കെ ആണെന്ന് വെച്ചിട്ട് ഇപ്പൊ ജ്വല്ലറി പോകാന്ന് വിചാരിക്കും. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഒരുപാട് ജ്വല്ലറീസ് ഉണ്ട്, പക്ഷെ ഒരു പെർട്ടിക്കുലർ നെയിം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഓക്കെ നീ ആ ജ്വല്ലറിലാണ് പോകുന്നത് അല്ലെ? മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനും ഏതൊരു വസ്തുവിനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ പെർട്ടിക്കുലറൈസ് ചെയ്തൊരു നെയിം കൊടുത്തിട്ടുണ്ട്. അത് പെറ്റ് ആണെങ്കിൽ പോലും വീട്ടിലെ ഡോഗ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ എന്തായി? പെറ്റ് ആയിട്ട് മാറി. അതിന് നമ്മൾ ഡോഗ് എന്ന് വിളിക്കുക ആണോ? അതെന്താണ്? അപ്പൊ ഇതിന്റെ പ്രോപ്പർ നെയിം ആണ്. മനസ്സിലായോ? ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും വുമൺ ആണ്. അപ്പൊ വുമൺ എന്താ? കോമൺ നെയിം ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിമും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിമും രണ്ടാണ്. അപ്പൊ കോമൺ നെയിം വുമൺ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർ നെയിം എന്താണ്? നമ്മുടെ ഓരോരുത്തർക്കുള്ള പേരാണ് അല്ലെ? ഇപ്പൊ ഡോഗ് എന്താ? കോമൺ നെയിം ആണ്, കോമൺ നൗൺ ആണ് അല്ലെ? ഡോഗിനൊക്കെ പെർട്ടിക്കുലർ പ്രോപ്പർ നൗൺസ് ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാണ്? ഡോഗ് പല ടൈപ്പ് ഡോഗ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെ?
ടൈപ്പ് ഉള്ളതുണ്ട്, റോഡ് വീലർ ഉണ്ട്. ലാബ്രഡോറുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ കുറച്ച് ഡോഗ്സ് ഉണ്ടല്ലേ. അത് അതിന്റെ പെർട്ടിക്കുലർ നെയിംസ് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ അറിയാൻ പറ്റൂ. അപ്പോ ഡോഗ് എന്ന് പറയുന്നത് കോമൺ നൗണും അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡോഗ്സ് പർട്ടിക്കുലറൈസ് ചെയ്യുന്ന നെയിംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, പ്രോപ്പർ നൗൺ ആണ് അല്ലെ. ഇനിയിപ്പോ ഡിസ്ട്രിക്ട്, ഡിസ്ട്രിക്ട് എന്താണ്? അപ്പോ ഏത് നൗൺ ആണ് ഡിസ്ട്രിക്ട്? Common noun. കോമൺ നൗൺ ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർ നൗൺ ഏതൊക്കെയായിരിക്കും? പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം ജില്ലകളുടെ പേര്. എറണാകുളം, തൃശ്ശൂര്, തിരുവനന്തപുരം, ട്രിവാൻഡ്രം, ഇതൊക്കെ എന്താണ് അപ്പൊ പ്രോപ്പർ നൗൺ. ഈ സ്റ്റേറ്റ്, സ്റ്റേറ്റ് എന്താ? Common noun. പ്രോപ്പർ നൗൺ പ്രോപ്പർ നൗൺ ആണ്. കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര. ഓക്കെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്സിലേക്കാണ് നമ്മൾ പ്രോപ്പർ നൗൺ പറയാ. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ഇപ്പോ നമുക്ക് എന്താണ് ഇനി പറയുകയാണെങ്കിൽ ഓരോ നെയിംസ് പറഞ്ഞു, പർട്ടിക്കുലറൈസ് ചെയ്ത നെയിംസ് പറഞ്ഞു, ഇതൊക്കെ എന്താണ് പ്രോപ്പർ നൗൺ ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ബോയ്, ഗേൾ, ഫാദർ, മദർ, ഇതൊക്കെ എന്താണ് അപ്പോ Common noun. കോമൺ നൗൺ ആണ്. പെന്നോ, പെൻ കോമൺ Common noun. പ്രോപ്പർ നൗൺ. Proper noun. കോമൺ Common noun. കോമൺ നൗൺ ആണ് കേട്ടോ. പെൻ കോമൺ നൗൺ അല്ലേ? അതെ, പെന്നിൽ തന്നെ അങ്ങനെ ഇല്ലേ? പെണ്ണിന് ഡിഫറെന്റ് ടൈംസ് ചെയ്യുന്നില്ല, അപ്പൊ കോമൺ noun. Okay. Proper noun അല്ലേ? പെൻ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. ഓക്കെ, പെൻ കോമൺ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ഏതൊക്കെയാണ്? ലെക്സി, സെല്ലോ, ഇഷ്ടംപോലെ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ചെയർ ആണെങ്കിലോ, ചെയർ കോമൺ കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടി നമ്മൾ ഒരു പേര് വിളിക്കും, അതേ ഉള്ളൂ. ഓക്കെ, ടി വി, ടെലിവിഷൻ എന്താണ്? കോമൺ മൊബൈൽ, മൊബൈൽ ഫോൺ വാഷിംഗ് മെഷീൻ ഓക്കെ. കോമൺ നൗൺ എന്താണ്, പ്രോപ്പർ നൗൺ എന്താണെന്ന് മനസ്സിലായോ? രണ്ട് നൗൺസ് ക്ലിയർ ആണോ? ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും മ്യൂട്ട് ചെയ്തു കേട്ടോ. അടുത്തതിന് ശേഷം മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതിന് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷം അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ എന്താണ് പ്രോപ്പർ, എന്താണ് കോമൺ മനസ്സിലായെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നമ്മൾ ടെക്സ്റ്റ് ചെയ്തേ. പ്രോപ്പർ നൗണ്, കോമൺ നൗണ് എക്സാമ്പിൾസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യും കേട്ടോ എല്ലാവരും. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് അത് ക്ലാസ്സിലൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ആരൊക്കെ റെഡിയാണ്? റെഡി ആയവര് എനിക്ക് പേരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. ടെക്സ്റ്റ് യുവർ നെയിം if you are ready to present today's class. Okay, and I will call you one by one. Yeah, text ചെയ്തോളൂ. പേര് ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യാം. You can present it in English or Malayalam if you are comfortable language. Okay, yeah, the first Linshi. Linshi. Yes, ma'am. Yes. Okay, Linshi, tell me about today's class. What we talking about noun, and nouns are classified in 4 kinds.
sorry, 6 times, and that's a proper noun. Okay. That are proper noun, common nouns. The proper nouns, a particular name. Yeah. Examples, the person's name, like any boy or girl or whatever. So, particularly my name is Linshi. So, Linshi is the proper name. Proper noun, sorry, proper noun. The common noun will be woman. And the proper noun, other examples, shop's name, mobile's name, like Samsung, means iPhone, like that. And in common that common noun of common nouns examples, mobile phones, washing machine, and washing machine's proper name is proper name include washing machines, the different types of washing machines name, that is same like Samsung washing machine is there, and Whirlpool. That the other common nouns are if a fridge is a common noun, and the proper noun is Whirlpool, and other fridge particular company's name, that is proper noun and common noun. Okay. Yeah. Okay, Rinshi. Clear. Then Divya Lakshmi. Good morning, ma'am. Yeah. Proper nouns means a particular name. Example, ദിവ്യ പറയുമ്പോ ഫസ്റ്റ് തുടങ്ങി പറയൂ കേട്ടോ, noun തുടങ്ങി പറയണേ. okay, ma'am. Noun is the name of a place, person, thing, animals, etc. Noun we can classify it into 6: proper nouns, common nouns, abstract nouns, collective nouns, countable and uncountable nouns. First one, proper nouns. It's a particular name. For example, any names like mobile phones names. For example, Samsung, iPhone. Then person's name, countries' names, states' names, districts' names, etc. Common names means any kinds of common names. For example, Ernakulam, Kozhikode, that's our we can say that commonly district. It's example of common name, common nouns. Boy, girl, woman, men, that's our example of common nouns. Okay, Divya. Next, Reshma. Hello. Reshma. Noun means the name of a person, place, or a thing. Then nouns are classified into 4: proper noun, common noun, abstract noun, collective noun, countable noun, and uncountable noun. Proper noun means a particular name of a district, and name, etc. Example, district name Kannur. Kannur is a proper noun. Then common noun means a particular name, common boy, then state, then chair, etc. Yeah. Okay, Reshma. And the next one, Akhila. Noun. Noun is the name of a person, place, or things. For example, my name is Agila. So Agila is my name.
That's noun. Place, Ernakulam. These are nouns, and nouns are classified into 6 types: proper nouns, common nouns, abstracted nouns, collective nouns, countable nouns, and uncountable nouns. So first one is proper noun. Proper noun means it's the name of a particular person, place. Example, my name Agila or Ashwati, Divya. It's a person's particular name, or a name of a place like Ernakulam, Thiruvananthapuram, etc. That's proper noun. And the second one is common noun. Common noun means commonly called name, or a group or community, etc. For example, state. State is a common noun. Woman is a common noun. Washing machine, etc. are common nouns. And if we take one, washing machine is a common name, and there are many companies like LG, Samsung. That's are the proper name of that common noun. Thank you. Okay, Agila. And Sunaina? Hello, ma'am. Yeah, പറയൂ Sunaina. Noun is the name of a person, place, or things. Nouns are classified into 6 kinds: proper noun, common nouns, abstract nouns, collective nouns, countable nouns, uncountable nouns. Proper nouns. Proper nouns, proper names ആണ്. State is a common noun, particular name ആണ്. But Kerala is a proper noun. Common nouns, commonly called names. Commonly called names: boys, boy, stage, tree. Examples: fan is a common noun, but Attenberg fan is a proper noun. Tree is a common noun, but coconut tree is a proper noun. Okay, ma'am. Okay, Sunaina. Then Sapna പറയുന്നുണ്ടോ? Yes, ma'am. Yeah, okay. Ma'am, today's class we have discussed about nouns and its categories. Noun is a name of one person or place or a thing. And in this we have discussed about its 2 classification, that is a proper noun and common noun. In proper noun, we can say if we have taken the example of a washing machine, if washing machine is a common noun and LG is its proper noun, means which category it belongs to, it comes common noun, I think. Thank you, ma'am. Okay, Sapna. And Shamsina? We study today noun. Noun is the name of a person, place, or things and animals. Noun can be classified 6 kinds: proper noun, common noun, abstract noun, collective noun, countable and uncountable. We study proper noun and common noun. Proper noun is particular person, place, names. It's separately, um, its names are separately. And the second one, common noun. Common nouns, the proper nouns, proper noun common ആയിട്ട് ഇരിക്കുന്നതാണ് common nouns എന്ന് പറയുന്നത്. common ആയിട്ട് വരുന്നതിന് example, boy, hospital, girl, schools. Okay, Shamsina. Then Nasrina. Okay, Nasrina തന്നെയല്ലേ? Nasrina. Today we discuss the nouns. Noun is the name of existing place or thing. We discussed 6 nouns. First one, proper nouns, common nouns, abstract nouns, collective nouns, and countable nouns and uncountable nouns.
Proper noun is like a particular name. Example, my name is Nasrina, and common noun was of that woman. And another common noun is tree, and proper noun is mango tree. Thank you. Okay, Nasrina. Then Sharanya. Noun. The noun is the name of a person, place, animals, or things. Nouns are classified into 6 kinds: proper noun, common noun, abstract noun, collective noun, countable noun, uncountable noun. Proper noun means particular names are proper nouns. അതൊരു വ്യക്തിയുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, ഷോപ്പിന്റെ പേരാവാം, അതുപോലെ പെറ്റ്സിന്റെ പേരാവാം. അതുപോലെ commonly called common noun. അത് ഒരു വുമൺ ഒരു കോമൺ noun ആണ്. അതുപോലെ വാഷിംഗ് മെഷീൻ, ഡോഗ്, district, state, boy or girl, pen, mobile. That's are example for common nouns. Thank you, ma'am. Okay, Sharanya. Then Sunisha. Sunisha. Sunisha ക്ലാസ്സിലുണ്ടോ? Okay, the next one, Shaima. Hi, ma'am. Nouns. The noun is the name of the person, place, or things, or animals. Nouns is classified in 6 types: proper nouns, common noun, abstract nouns, collective nouns, countable nouns, uncountable nouns. Proper nouns is a particular name or a fixed name. ഒരു വ്യക്തിയുടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നെയിം, ഇപ്പൊ അനിമൽസിനാവാം, അല്ലെങ്കിൽ ഒരു നമ്മൾ വെജിറ്റബിൾസിന്, അങ്ങനെയൊക്കെ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു നെയിം ഉണ്ടാവും. അതാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്നതുകൊണ്ട് പറയണത്. കോമൺ നൗൺസ് പറഞ്ഞാൽ ഈ പ്രോപ്പർ നൗൺസിന് തന്നെ മൊത്തത്തിലൊരു പേര്, അതായത് കോമൺ ആയിട്ടൊരു നെയിം ഉണ്ടാവും. അതാണ് കോമൺ നെയിം. വിത്ത് എക്സാമ്പിൾ മൊബൈൽ ഫോൺസ്, TV, വാഷിംഗ് മെഷീൻ, എക്സെട്ര. താങ്ക് യു, മാം. Okay, Shaima. Then Bima. Noun is the name of person, place, or thing. Nouns are classified in six kinds. First you can proper nouns, common nouns, abstract nouns, collective nouns, countable nouns, uncountable nouns. The first one is proper nouns. Proper nouns means a particular name of a name of district. For example, my name is Bima. This സ്ഥലം കോട്ടയം place, etc. And second one, common nouns. Common nouns, example, common nouns means type of common ആയിട്ട് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. പിന്നെ എക്സാമ്പിൾ ബോയ്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് പറയുന്നോണ്ടുള്ള ഒരു ടെൻഷൻ. ഹലോ മാം. അത് കൂടുതൽ അവിടെ ഡിസ്റ്റർബൻസ് എന്തോ ഉണ്ടല്ലോ. ഇവിടെ ഫാനിന്റെ കുഞ്ഞ് ചെറുതുണ്ട്. ഭീമ എന്നാണ് പേരല്ലേ? ഭീമ. ഇത് ഉമ്മയുടെ മെയിലടിയാ. Next one, Alfia. Alfia പറയുന്നുണ്ടോ? Hello, ma'am. Alfia പറയുന്നുണ്ടോ? Yes. Today we will discuss nouns. Noun is a word like person, place, things, like that. 6 type of nouns: proper noun, common noun, abstract noun, collective noun, countable and uncountable noun. Proper noun is name of specific person, place, things, like that. Example, Alfia, G-Shock, Ernakulam. Common noun is the name of general person, place. Example, city, watch, book, like that.
Okay, Alfia, then DT. DT, class Yes, ma'am. Yes, ma'am. We have to study in this class nouns. The noun is the name of a person, place, or thing. This is called as noun. Nouns are classified into 4 kinds. First of all, proper nouns. Second, common nouns. And third, abstract nouns. And fourth one, collective nouns. And fifth, countable. And sixth, uncountable nouns. First of all, I will explain proper nouns. Proper nouns is a particular name of a for example, district names. And then, for example, my name is Ditty Davis. Is a proper nouns. And then second one, common nouns. Common nouns is a, for examples, and boy, stage, and crow, and animals, and rivers. Then animals. Animals is a dog. Dog is so many names is there. Is a common nouns. And washing machine. Washing machine is a common noun. Then is a, for example, washing machine is so many names is there. And for example, LG. LG is a proper nouns. Okay, ma'am. Thank you. Okay, DT, then Noor Jahan. Yeah, hello everyone. So today we discussed about noun and its types. So noun is the name of a person, place, animals, or things. There are 6 types of nouns, which are proper noun, common noun, abstract noun, collective noun, and countable and uncountable nouns. Proper noun is a specific name for a person, place, or things. Example can be my name Noor Jahan, or name of our country, that is India, or a name of a month like January. Common noun is a general name for the person, place, or things, which can be doctor, engineer, country, or months. Yeah. Thank you. Yeah, okay, Noor Jahan, then Fatima. Fatima, Noor. Yes, ma'am. So today's class is about nouns and pronouns. Noun is the name, is a name, place, or things, or animals. So in that there are 6 classified nouns: the proper noun, common noun, abstract noun, collective noun, and countable and uncountable nouns. So proper noun means like a proper name, a particular name which is specified, specifically called, like a name of my name Naura, or is a mango tree, like that, etc. And common noun means which is called commonly, and which is described as a noun, which is described for noun, like Naura is a girl, so the girl is a commonly called name. So like that. Okay, thank you. Okay, Fatima, then Amala. Nouns are classified into 6 types: proper noun, common noun, abstract noun, and collective noun. Countable and uncountable nouns. First one, proper noun as particular names: Divya, Riju, Sharmya, Amala. And second one, common noun: boy or girl, mobile, washing machine, tree, etc. Everyone. Okay, Amala, then Rubina. ഹായ് മാം, മലയാളത്തിൽ പറയാലോ അല്ലേ? The noun is the name of person, place, or things. Nouns are classified into 6 kinds: a proper nouns, b common nouns, abstract nouns, collective nouns, count and non-count nouns, countable and uncountable nouns. Proper nouns, it is a particular name. അതായത് നിഷ, സ്ഥലത്തിൻ്റെ പേര്, അതായത് കണ്ണൂർ, തമിഴ്നാട്, പിന്നെ
അതിന്റെ കോമൺ നൗൺസ് പിന്നെ വരുന്നത് എനി കൈൻഡ്സ് ഓഫ് കോമൺ നെയിം, അതായത് പിന്നെ സ്റ്റേറ്റ്, ചെയർ. ഇപ്പൊ ചെയറിന് ഓരോ കമ്പനീന്റെ പേരിലുണ്ടാവുമല്ലോ, അത് പ്രോപ്പർ നൗൺസ് വരും. പിന്നെ ഫ്രിഡ്ജിന് നമ്മൾ കോമൺ നൗൺസ് ഫ്രിഡ്ജ് എന്ന് പറയും. കോമൺ നൗൺസിന് അതിന് പ്രോപ്പർ നൗൺസ് പറയുമ്പോൾ ഫ്രിഡ്ജിന് LG, സാംസങ് അങ്ങനെയെല്ലാം പറയും. അതിന്റെ കമ്പനി പേര് കൂടി കൂട്ടി പറയുന്നത് പ്രോപ്പർ നൗൺസ് ആയിട്ട് വരും. താങ്ക് യു മാം. Okay, Rubina. Okay, then Mufasila. Hi, ma'am. Today we discuss about noun. The noun is the name of a person, animal, places, or things. Nouns are classified into 6 kinds: proper nouns, common nouns, abstract nouns, collective nouns, countable nouns, and uncountable nouns. Today we discuss about 2 nouns, that is proper noun and common noun. Proper noun means is a particular name of a person, places, or states. That means, for example, my name is Mufasila. It's a proper noun. Kannur, Tamil Nadu, that is also a proper noun. We discuss about the common noun. Common noun is a commonly we used name like boy, king, river, state. If the state, particularly we used Kannur as like a proper noun, and state we commonly used, that is common noun. Thank you. Okay, Mufasila, then Farisa. Okay, Farisa, are you there? Okay. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ടോപ്പിക് എന്താണ്, എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? ഇംഗ്ലീഷ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഇങ്ങനെയും കൂടി പറഞ്ഞുകൊണ്ട് നന്നായിട്ട് മനസ്സിലായി. എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോ ഇതില് ഇംഗ്ലീഷ് അറിയാത്തവർക്കും നിങ്ങൾക്കും പറയാട്ടോ, മലയാളത്തിലാണെങ്കിലും പറയാം. ഇവരൊക്കെ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാനും പറയാൻ പറ്റില്ലല്ലോ, മലയാളത്തിൽ എങ്ങനെ പറയും എന്നൊക്കെ ആലോചിച്ചിരിക്കണ്ട കേട്ടോ. മലയാളം ആണെങ്കിൽ നിങ്ങൾ പറയണം, കാരണം ഇത് പഠിക്കണം അല്ലെ? നമ്മൾ പറയുമ്പോ ക്ലാസ് കേൾക്കുന്ന പോലെയല്ല, നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ എനിക്കിത് മനസ്സിലായി ഇത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെക്കൂടെ എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ടീച്ചേഴ്സ് ആണ് അല്ലെ? അപ്പോ നന്നായിട്ട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മലയാളം ഇംഗ്ലീഷ് തന്നെ വേണമെന്നില്ല, മലയാളത്തിലും പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന പോർഷൻസ് ഇംഗ്ലീഷിൽ ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജും കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ? അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തവര് നിങ്ങൾ പഠിക്കുന്നവരുള്ളൂ, ഇംഗ്ലീഷ് അറിയാത്തവര് പഠിക്കുകയാണല്ലോ. ആ കൂട്ടത്തിൽ നിങ്ങൾ മലയാളത്തിലും സംസാരിക്കാം, ഇടയ്ക്കിടയ്ക്ക് ശരി ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഇംപ്രൂവ്മെന്റ്സ് വരും. ഓക്കെ, അപ്പോ ടെൻഷൻ അടിക്കണ്ട. കുറച്ചു പേരൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് പറയുന്നത്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട. ഇംഗ്ലീഷില് എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. എത്ര പറഞ്ഞാലും മനസ്സിലാവണ വിഷമ. അതാ പഠിക്കാട്ടോ. നമ്മൾ വിചാരിക്കണം ഓക്കെ, എന്നാലും ടെൻസും അതൊക്കെ നമ്മൾ പഠിക്കുകയാണല്ലോ. ആ ടൈമിൽ കുറച്ചുകൂടി ക്ലിയർ ആകും. ഒരു സെന്റൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെ വലിയ കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അല്ലെ, പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് മലയാളത്തിലാണെങ്കിലും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇന്ന് കുറച്ച് എടുത്തുള്ളൂ. എടുത്തത് ക്ലിയർ ആയോ? നോട്ട് എഴുതിയിട്ടില്ല. പ്രോപ്പർ നൗണിന്റെയും കോമൺ നൗണിന്റെയും നമ്മൾ നോട്ട് എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചില്ലേ? Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. Yes. Yes. എങ്ങനെയാണ് പഠിക്കുന്നത്? ഇത്രയും നാളെ നമ്മള് നോട്ട്ബുക്കിൽ എന്തൊക്കെയോ എഴുതി വെച്ചു അല്ലെ? സ്കൂൾ ടൈം മുതലേ നോട്ട്ബുക്കിൽ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പഠിച്ചോന്ന് വെച്ചാൽ ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ എല്ലാ കാര്യങ്ങളും എന്ന് പഠിച്ചത് നിങ്ങൾ ഒരിക്കലും ഇനി മറക്കില്ല. കാരണം അത്രയും നിങ്ങൾ തറവായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്വയം നോട്ട് എഴുതാം അല്ലെ? പ്രോപ്പറും കോമണും നിങ്ങൾ സ്വയം നോട്ട് എഴുതും കേട്ടോ. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്
എക്സാമ്പിൾസ് വെച്ചിട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കാം. എല്ലാ ക്ലാസ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സോ കുറച്ച് സമയം നമ്മൾ ക്ലാസ് എടുക്കുന്നു, അത് ഞാൻ പറഞ്ഞു തരുന്നു, അതിനുശേഷം നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു. കാരണം നിങ്ങൾ പറഞ്ഞ ടീച്ചേഴ്സ് ആണ്, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രസന്റേഷൻ ആണെങ്കിൽ ക്ലാസ് എടുക്കുന്നതാണെങ്കിലും എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാട്ടോ. മാം സൂപ്പർ മാം സൂപ്പറാ ക്ലാസ്. ഫസ്റ്റ് കണ്ടപ്പോ വിചാരിച്ചില്ല ഇത്ര മനസ്സിലാക്കി തരുമെന്ന്, പക്ഷെ ക്ലാസ് ഇപ്പൊ എടുത്തപ്പോ നന്നായി മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഓക്കെ ആണ്. ഇംഗ്ലീഷിന് പേടി മാറിയല്ലോ, ഇനി പേടിയുണ്ടല്ലോ. എന്തോ ഇംഗ്ലീഷിൽ കുറച്ച് പേടിയൊക്കെ എനിക്കും അറിയാണ്ട് പോലും ഞാനും അത്രയും അറിയാണ്ട് പോലും ധൈര്യത്തിൽ പറഞ്ഞത് അതാ, പറഞ്ഞു നോക്കാന്ന് വിചാരിച്ചിട്ട്. പേടിയെല്ലാം കുറഞ്ഞതുകൊണ്ട്. അതെ, നമ്മൾ തെറ്റും, നമ്മൾ പറയുന്നത് തെറ്റാണ്, സമ്മതിച്ചു. എല്ലാവരും പഠിച്ചു വന്നവരാണോ? അല്ല, നിങ്ങൾ പഠിക്കുകയാണല്ലോ ഇപ്പോ. അതുകൊണ്ട് മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റും. മിസ്റ്റേക്ക് വരുമെന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിൽ പറയാതെയോ പ്രസന്റ് ചെയ്യാതെയോ ഇരിക്കണം. ഓക്കെ, മിസ്റ്റേക്ക് ആണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. കാരണം നിങ്ങൾ അത്രയും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഞാൻ ചെയ്യില്ല കേട്ടോ. അത് നിങ്ങൾ സ്വയം ചെയ്യും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എല്ലാം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, അത് ഉൾക്കൊള്ളാം, എന്നിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ആരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഞാൻ പറയുന്നത് തെറ്റാണോ, അങ്ങനത്തെ തോട്ടൊന്നും വേണ്ട, എല്ലാം മാറ്റി വെക്കുക. ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഇതേപോലെ പ്രസന്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് ഇനിയും സംസാരിക്കാനുണ്ട്, പ്രസന്റ് ചെയ്യാനുണ്ട്. എല്ലാവരും എന്താണ് മുന്നോട്ട് വന്നത്. ഓക്കെ, നമുക്ക് പഠിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് അറിയാത്തതാണ്, അറിയില്ല, എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് അറിയില്ലെന്ന്. പക്ഷെ നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുക. പഠിക്കുന്ന കാര്യങ്ങള് കൂടെ ഇരുന്ന് തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ. എല്ലാവർക്കും സമയമൊന്നും ഇല്ലല്ലോ, എല്ലാം ഹൗസ് വൈഫ് ആണ്, കുറച്ച് ബിസി ആണ്. അപ്പൊ ക്ലാസ്സിൽ വെച്ച് തന്നെ മാക്സിമം പഠിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ എന്നോട് കൂടെ നിൽക്കുക, കോപ്പറേറ്റ് ചെയ്യുക, നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ചെയ്തു, ഇനി സൈൻ ഔട്ട് ഉണ്ട്. താങ്ക് യു മിസ്. ഇന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. ഇംഗ്ലീഷ് ക്ലാസ് അശ്വതി മിസ്. നൗൺ എന്താണ്, അതേപോലെ തന്നെ നൗൺ 6 തരത്തിലുണ്ട്. പ്രോപ്പർ നൗൺ എന്താണ്, കോമൺ നൗൺ എന്താണ്, ഇതൊക്കെ എക്സാമ്പിൾ സഹിതം വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്ന അശ്വതി മിസ്സിന് താങ്ക് യു മിസ്. Okay, so thank you all. See you on the next class. Okay. Thank you, Miss. Okay, Miss. Thank you, ma'am. Thank you so much. Thank you. അതെ, ഗ്രൂപ്പിൽ